ഈ പുരസ്കാരം എനിക്കല്ല ലഭിക്കേണ്ടിയിരുന്നത്, ജസ്പ്രീത് ബുംറയ്ക്കായിരുന്നു. ഡെത്ത് ഓവറുകളിൽ അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ ഇവിടെ നിൽക്കില്ലായിരുന്നു. എ ട്രൂ വൺസ് ഇൻ എ ജനറേഷൻ പ്ലെയർ. ഇംഗ്ലണ്ടിനെതിരായി സെമി ഫൈനലിൽ പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം സഞ്ജു സാംസൺ പറഞ്ഞു വെച്ചത് ഇങ്ങനെയാണ്: ഗ്യാലറിയിലും TV സ്ക്രീനുകൾക്കുമൊക്കെ മുന്നിൽ ശ്വാസമടക്കി പിടിച്ച് കളി കണ്ടിരുന്ന കോടാനുകോടി മനുഷ്യരുടെ മനസ്സും ഇതുതന്നെയാകും ആ സമയത്ത് മന്ത്രിച്ചിട്ടുണ്ടാവുക. ജസ്പ്രീത് ബുംറ ഇല്ലായിരുന്നെങ്കിലോ ജേക്കബ് ബേത്തൽ ഈ മത്സരം ഇന്ത്യയുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചെടുത്തേനെ, ഉറപ്പ്. ഹർഷദീപ് സിംഗിനെ 17ാം ഓവറിൽ ബേത്തൽ തുടരെ അതിർത്തിയിലേക്ക് പായിക്കുമ്പോൾ വാങ്കഡയുടെ ഹൃദയം നിലക്കാതെ പിടിച്ചുകൊണ്ടിരുന്നു. അവിടെ സൂര്യകുമാർ യാദവിന് മുന്നിൽ മറ്റു വഴികളൊന്നും ഉണ്ടായിരുന്നില്ല. 3 ഓവർ ബാക്കി നിൽക്കെ ജസ്പ്രീത് ബുംറയെ അയാളുടെ അവസാന ഓവർ എറിയാൻ സ്കൈ വിളിക്കുന്നു. സാം കറനാണ് സ്ട്രൈക്കിൽ. ആദ്യ പന്ത് ഒരു പെർഫെക്റ്റ് യോക്കർ. കരന് അതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. 2ാം പന്തും ഒരു യോക്കറായിരുന്നു. കരൻ അതിൽ സിംഗിളിട്ട് ബേത്തലിന് സ്ട്രൈക്കായി മാറി. ബുംറ തൻ്റെ പ്ലാനിൽ ഉറച്ചു നിന്നു. എഗെയിൻ എ യോക്കർ. ബേത്തലിന് ഒരു സിംഗിൾ എടുക്കാനേ കഴിഞ്ഞുള്ളൂ. 4ാം പന്ത് ഒരു ലോ ഫുൾ ടോസ് ആയിരുന്നു. സാം കറൻ അതിൽ ഒരു ഡബിൾ ഓടിയെടുക്കുന്നു. 5ാം പന്തിൽ വീണ്ടും ഒരു ലോ ഫുൾ ടോസ്. സിംഗിൾ മാത്രം. അവസാന പന്തും ബേത്തലിന് അതിർത്തി കടത്താനായില്ല. ആ ഓവറിൽ ആകെ പറഞ്ഞത് 6 റൺസ്. അതിനു മുമ്പ് 3 ഓവറിൽ ജയിക്കാൻ 45 റൺസ് വേണമായിരുന്നു ഇംഗ്ലണ്ടിന്. ആ ഓവർ അവസാനിച്ചപ്പോൾ 39 ആക്കി അതിനെ ചുരുക്കാനേ അവർക്കായുള്ളൂ. ഉടൻ ഹാർദിക് പാണ്ഡ്യയെ വിളിച്ചു സ്കൈ. ഹാർദിക്കിൻ്റെ ആദ്യ പന്തിനെ 6 അടിച്ചാണ് ബേത്തൽ സെഞ്ചുറികൾ തൊടുന്നത്. എന്നാൽ പിന്നെ ഹാർദിക് വിട്ടുകൊടുത്തില്ല. 3ാം പന്തിൽ സാം കറൻ വീണു. ആ ഓവറിൽ ആകെ പറഞ്ഞത് 9 റൺസ്. ആ 2 ഓവറുകളാണ് കൈവിട്ടു പോകുമായിരുന്ന കളിയെ ഇന്ത്യക്ക് തിരികെ കൊടുത്തത് എന്ന് നിസ്സംശയം പറയാം. പിന്നെ അവസാന ഓവറിലെ ആദ്യ 2 പന്തുകൾ പിടിച്ചെറിഞ്ഞ ദുബൈക്ക് 4 ലീഗൽ ഡെലിവറികൾ എറിഞ്ഞു പൂർത്തിയാക്കേണ്ട ചുമതലയേ ഉണ്ടായിരുന്നുള്ളൂ. ഡ്യൂ ഫാക്ടർ ചേസ് ചെയ്യുന്ന ടീമുകൾക്ക് ഏറെ ഗുണകരമാകുമെന്നിരിക്കെ വാങ്കഡയിലെ പോലെ ഒരു ഫ്ലാറ്റ് പിച്ചിൽ ജസ്പ്രീത് ബുംറയെ പോലെ ഒരു മനുഷ്യനെ അല്ലാതെ കണ്ണുമടച്ച് വിശ്വസിക്കാൻ കഴിയുന്ന ഒരാളും നമുക്കിപ്പോൾ ഇല്ല എന്നതാണ് സത്യം. ഇന്നലെ ഡെത്ത് ഓവറുകളിൽ ഒരൊറ്റ ബൗണ്ടറിയാണ് അയാൾ വിട്ടു നൽകിയത്. ലോക 1ാം നമ്പർ ബോളർ വരുൺ ചക്രവർത്തിയും ഹർഷദീപ് സിംഗും ഒക്കെ കണക്കിന് തല്ലുവാങ്ങി കൂട്ടിയപ്പോൾ 10ൽ താഴെ എക്കോണമിയിൽ പന്തെറിഞ്ഞ 2 പേരാണ് ഇന്ത്യൻ നിരയിൽ ഉണ്ടായിരുന്നത്: ബുംറയും ഹാർദിക്കും. പവർ പ്ലേയിൽ 2ാം ഓവർ എറിഞ്ഞ ഹാർദിക് വെറും 2 റൺസാണ് ആ ഓവറിൽ വിട്ടു നൽകിയത്. ഫിൽസാൾട്ടിനെ ആ ഓവറിൽ ഊടാരം കയറ്റുന്നുമുണ്ട്. പവർ പ്ലേയിൽ 5ാം ഓവർ എറിയാനെത്തിയ ബുംറ ആ ഓവറിൽ വിട്ടു നൽകിയത് വെറും 7 റൺസ്. ഇംഗ്ലീഷ് നായകൻ ഹാരി ബ്രൂക്ക് വീണത് ആ ഓവറിലാണ്. ജേക്കബ് ബേത്തൽ തകർത്തടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡെത്ത് ഓവറുകളിൽ ബുംറ വരാനുണ്ടല്ലോ എന്ന ആശ്വാസമായിരുന്നു ആകെ ഉണ്ടായിരുന്നത്. ആരാധകരുടെ പ്രതീക്ഷകൾ മുഴുവൻ ഒറ്റ മനുഷ്യനിലേക്ക് മാത്രമായി ചുരുങ്ങി. ആ പ്രതീക്ഷകൾ മുഴുവൻ അയാൾ കാത്തു. വിക്കറ്റ് വെട്ടക്കാരുടെ പട്ടികയിൽ ആദ്യ സ്ഥാനങ്ങളിൽ നിങ്ങൾ ചിലപ്പോൾ അയാളുടെ പേര് കണ്ടില്ലെന്നിരിക്കാം. എന്നാൽ ഈ ടൂർണമെൻറ്റിൽ പലപ്പോഴും അയാളുടെ സ്പെല്ലുകൾ ഇന്ത്യൻ വിജയങ്ങളിൽ നിർണായകമായിട്ടുണ്ട്. ഇനി ഇന്ത്യ തോറ്റ സൗത്ത് ആഫ്രിക്കെതിരായ മത്സരത്തിൽ പോലും അയാളുടെ സ്റ്റാറ്റസുകൾ നോക്കൂ. 3.8 ആ മത്സരത്തിൽ ബുംറയുടെ എക്കോണമി. 4 ഓവറിൽ വിട്ടു നൽകിയത് വെറും 15 റൺസ്. വീഴ്ത്തിയത് 3 നിർണായക വിക്കറ്റുകൾ. ഇന്നലെ 4 ഓവറിൽ വഴങ്ങിയത് 33 റൺസാണ്. 2 ടീമുകളുടെയും ഒന്നിച്ചുള്ള കണക്കെടുത്ത് നോക്കിയാൽ പോലും അയാളെക്കാൾ കുറഞ്ഞ എക്കോണമിയിൽ പന്തെറിഞ്ഞ ഒരാൾ പോലും ഈ മത്സരത്തിൽ ഇല്ല എന്നോർക്കണം. 4 ബൗണ്ടറികളാണ് 24 പന്തുകളിൽ ബുംറ ഇന്നലെ വഴങ്ങിയത്. കളിക്ക് ശേഷം ഇംഗ്ലീഷ് കോച്ച് ബ്രണ്ടൻ മക്കല്ലം പറഞ്ഞതിൽ എല്ലാമുണ്ട്. 18 പന്തിൽ 45 റൺസ് വേണമെന്നിരിക്കെ കളിയുടെ സമവാക്യങ്ങൾ മുഴുവൻ മാറ്റിയെഴുതാൻ ഞങ്ങൾക്ക് 3 സിക്സറുകൾ മതിയായിരുന്നു. അതുവരെയുള്ള ഞങ്ങളുടെ പ്രയാണത്തിൽ ആ ഗ്രൗണ്ടിൽ അത് സാധ്യമാകുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. എന്നാൽ ജസ്പ്രീത് ബുംറ എല്ലാ കണക്കുകൂട്ടലുകൾക്കും മുകളിലായിരുന്നു അയാൾ. ലോകത്തെ ഏറ്റവും മികച്ച ബോളർ. ഹി എക്സിക്യൂട്ടഡ് ബ്രില്യൻ്റ്ലി ആൻഡ് ഷട്ട് ദ ഗെയിം ഡൗൺ. മക്കല്ലം പറഞ്ഞു നിർത്തി. ഈ ടൂർണമെൻറ്റിൽ ഇതുവരെ ആകെ 10 വിക്കറ്റുകളാണ് ബുംറ വീഴ്ത്തിയത്. അതിനേക്കാൾ അതിശയിപ്പിക്കുന്നത് ബാറ്റർമാരുടെ പൂരപ്പറമ്പുകളായ ഈ മൈതാനങ്ങളിൽ അയാളുടെ എക്കോണമിയാണ്. 6.62. ടൂർണമെൻറ്റിൽ 20 ഓവറിന് മുകളിൽ പന്തെറിഞ്ഞ ബോളർമാർക്കിടയിലെ ഏറ്റവും മികച്ച എക്കോണമി. സൂപ്പർ 8ൽ പ്രവേശിച്ച ഒരൊറ്റ ടീമിലെ ബോളർമാർക്കും ഇതിലും മികച്ച എക്കോണമി നിരക്കില്ല എന്നോർക്കണം. ഇന്നലെ വാങ്കഡയിൽ താനെറിഞ്ഞ ആദ്യ പന്തിലാണ് ബുംറ ഹാരി ബ്രൂക്കിനെ വീഴ്ത്തിയത്. അതൊരു കെണിയായിരുന്നു. ഒരു വേഗപ്പന്ത് പ്രതീക്ഷിച്ചിരുന്ന ബ്രൂക്കിൻ്റെ കണക്കുകൂട്ടലുകൾ മുഴുവൻ പിഴച്ചു. 122 കിലോമീറ്റർ വേഗതയിലെത്തിയ ഒരു സ്ലോവർ ഡെലിവറി. അത് ജഡ്ജ് ചെയ്യുന്നതിൽ ഇംഗ്ലീഷ് ക്യാപ്റ്റന് പാളി. അക്സർ പട്ടേൽ പിറകിലേക്ക് ഓടിയെടുത്തൊരു മനോഹര ക്യാച്ചിൽ അയാൾ വീണു. വിൽ ജാക്സനെ പുറത്താക്കാൻ ബൗണ്ടറി ലൈനരികിൽ വെച്ച് അക്സർ എടുത്ത എഫേർട്ടും അവസാന ഓവറിൽ ബേത്തലിനെ പുറത്താക്കാൻ ഹാർദിക് പാണ്ഡ്യ സഞ്ജുവിന് എറിഞ്ഞുകൊടുത്ത ത്രോയുമൊക്കെ ഇന്ത്യൻ വിജയത്തിൽ ഏറെ നിർണായകമായിരുന്നു. കഴിഞ്ഞ T20 ലോകകപ്പ് ഓർമ്മയില്ലേ?
ബാറ്റർമാരുടെ ശവപ്പറമ്പുകളായ അമേരിക്കൻ പിച്ചുകളിൽ ക്രിക്കറ്റ് ലോകത്ത് അധികായർ പലരും വെള്ളം കുടിച്ചു. ഇന്ത്യ അന്ന് വിശ്വകിരീടം അടിയുമ്പോൾ ആ പടയോട്ടങ്ങളുടെ ബാറ്റൺ ജസ്പ്രീത് ബുംറയുടെ കൈകളിലായിരുന്നു. ഇതാ ഒരിക്കൽ കൂടി ബുംറ ആ ബാറ്റൺ കയ്യിലെത്തുന്നു. അഹമ്മദാബാദിലും അയാൾ രാജ്യത്തെ കോടാനുകോടി മനുഷ്യരുടെ പ്രതീക്ഷകളുടെ ആകാശഗോപുരങ്ങൾക്ക് കാവലിരിക്കട്ടെ.